ഇവിടെ സുന്ദരിയും സ്നേഹനിധിയുമായ ഒരു വൈഫിനെ കാണിക്കുന്നു. അവൾ മരിച്ചപ്പോൾ അവളുടെ ഹസ്ബൻഡ് അവളെ ഒരു റോബോട്ടാക്കി മാറ്റുന്നു. ആ റോബോട്ടാണ് ഇപ്പോൾ വീട്ടിലെ കുക്കിങ്ങും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഹസ്ബൻഡ് വേറൊരു പെണ്ണുമായി റിലേഷനിലാണെന്നറിഞ്ഞ് അത് അയാളെ കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ ആ റോബോട്ടിനെ നോക്കാൻ ആരുമില്ലാതെ 50 വർഷമായി വീടിന്റെ ബേസ്മെന്റിൽ കിടക്കുകയാണ്. ഇപ്പോൾ 50 വർഷം കഴിഞ്ഞ് ഒരു ഫാമിലി ആ വീട്ടിൽ താമസത്തിന് വരുന്നു. ഈ റോബോട്ടിനെ പറ്റിയും അതാണ് ഈ വീടിനെ കൺട്രോൾ ചെയ്തിരുന്നതെന്നും പറഞ്ഞ് അവർ അതിശയിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഇവർ ആ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒരു കാസറ്റ് എടുത്ത് പ്ലേ ചെയ്യുന്നു. അപ്പോഴാണ് ഇത് വെറുമൊരു റോബോട്ടല്ല, ഈ വീടിന്റെ പഴയ ഓണറിന്റെ വൈഫാണെന്ന് മനസ്സിലാവുന്നത്. ആ വീഡിയോയിലെ ഫോട്ടോസ് കണ്ടതും ആ റോബോട്ടിന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്ന് ദേഷ്യം വരാൻ തുടങ്ങുന്നു. ദേഷ്യത്തിന് ആ പ്രൊജക്ടർ കത്തിച്ചു കളയുന്നു. ഇപ്പോൾ ഇതിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നതും ഈ ഫാമിലിയിലെ ലേഡിയെ കൊന്നിട്ട് അവരുടെ കുട്ടികൾക്ക് അമ്മയാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായുള്ള ചാൻസിനായി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഒറ്റയ്ക്കൊരു റൂമിലിരിക്കുന്നത് പേടിയാണെന്ന് ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിക്കുന്നത്. അത് കേട്ടുകൊണ്ടിരുന്ന റോബോട്ട് കുക്ക് ചെയ്യാൻ വെജിറ്റബിൾസ് വേണമെന്ന് അവരോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഇവർ അത് എടുക്കാനായി സ്റ്റോർ റൂമിലേക്ക് പോകുന്നു. ഈ റോബോട്ട് അവരെ അതിനകത്ത് ലോക്ക് ചെയ്യുന്നു.